ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഡെയിലി ഹീലിൽ ഞാനൊരു ചെറിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല മഴയല്ലേ ഇപ്പോൾ? എല്ലാവർക്കും അസുഖങ്ങളാണ്. മഴക്കാല രോഗങ്ങൾ പതിവാണ്. മഴക്കാല രോഗങ്ങൾ വരാതിരിക്കാനുള്ള ചില മുൻകരുതലുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മഴക്കാലമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പനിക്കാലമാണ് ഓർമ്മ വരുന്നത്. പലതരത്തിലുള്ള അസുഖങ്ങൾ മഴക്കാലത്ത് നമുക്കുണ്ടാവാറുണ്ട്. പനി, ചുമ, ജലദോഷം, മഞ്ഞപ്പിത്തം, പിന്നെ അതുപോലെ ഡെങ്കിപ്പനി, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ മഴക്കാലത്ത് നമുക്കുണ്ടാവാറുണ്ട്. മഴക്കാല രോഗങ്ങൾ വരാതിരിക്കാനുള്ള 11 മുൻകരുതലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഒന്നാമത്തേത്, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കൊടുക്കുക. മഴവെള്ളത്തിൽ കളിക്കാൻ അനുവദിക്കാതിരിക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. മഴക്കാല രോഗങ്ങൾ കൂട്ടുകാർക്ക് പകരാതിരിക്കാൻ പനിയുള്ള സമയത്ത് അവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. കൊതുകു കടിയിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. കൊതുകു വല ഉപയോഗിക്കുക. വീടിന് ചുറ്റുപാടും ചിരട്ടയിലോ അല്ലെങ്കിൽ പൊട്ടിയ പാത്രത്തിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് വൃത്തിയാക്കുക. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഗപ്പി പോലുള്ള ചെറിയ മീനുകളെ കൊണ്ടുപോയിടുന്നതിലൂടെ കൊതുകുകളുടെ കൂത്താടികളെ നശിപ്പിക്കാൻ സാധിക്കും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ചൂടുള്ള ആഹാരം മാത്രം കഴിക്കുക. തുറന്നു വച്ചിരിക്കുന്ന ഭക്ഷണം ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ സ്വയം ചികിത്സ നേടാതെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുക. പഴവർഗ്ഗങ്ങളായിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി മാത്രം കഴിക്കുക. തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താതിരിക്കുക. കുട്ടികൾ മഴ നനഞ്ഞ ഉടനെ തന്നെ അവരുടെ ഡ്രസ്സ് മാറുകയും അവരെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്യുക. ചെറിയ രീതിയിലുള്ള ജലദോഷമാണെങ്കിൽ വെള്ളത്തിൽ തുളസി തിളപ്പിച്ച് അത് കുടിക്കാവുന്നതാണ്. ദിവസം 2 നേരം ആവി പിടിക്കാവുന്നതാണ്. പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. ചെറിയ രീതിയിലുള്ള ചില മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് മഴക്കാല രോഗങ്ങൾ തടയാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.